അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞുപോയ 2 നോമ്പുകളെയും അള്ളാഹു കുറ്റമറ്റ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നോമ്പുകാർക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്ന റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ സ്വർഗം വരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഇടം പിടിക്കാൻ സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് എല്ലാവരുടെ മേലും നിർബന്ധമായൊരു സംഗതിയാണ്. ഗ്രന്ഥങ്ങളിൽ കാണാം, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള ശാരീരിക സുഖമുള്ള നാട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് റമദാനിലെ 29-30 ദിവസത്തെ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. എന്നാൽ ചിലരെ അല്ലാഹു തആല ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗം വല്ലാതെ മൂർധന്യതയിലെത്തിയവർ, ക്യാൻസർ രോഗം പോലെ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളെപ്പോലെ, ബൈപ്പാസ് സർജറി ചെയ്ത രോഗികളെപ്പോലെ ഇങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാൻ വിശുദ്ധമായ ദീൻ അനുവാദം നൽകുന്നുണ്ട്. മറ്റൊരു വിഭാഗമാണ് വിദൂര യാത്ര ചെയ്യുന്ന യാത്രക്കാർ. ഖസറിൻ്റെ ദൂരം യാത്ര ചെയ്യുന്നു. യാത്ര തന്നെ ഒരു ക്ലേശമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എന്നതുകൊണ്ട് തന്നെ വിശുദ്ധമായ ശരീഅത്ത് യാത്രക്കാർക്ക് നോമ്പ് മുറിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. ഇനി ഒരാൾക്ക് ആ യാത്രയോടൊപ്പം തൻ്റെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യാം. മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു, അവർ നോമ്പ് അനുഷ്ഠിച്ചു, പെടുന്തനെ ശാരീരികമായ അസ്വസ്ഥതയുണ്ടായി, അവർക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ല, മുറിച്ചില്ല എങ്കിൽ, നോമ്പ് ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമെന്നുണ്ട് എങ്കിൽ ആ നോമ്പ് മുറിക്കാൻ അവർക്ക് അനുവാദമുണ്ട്. ഇതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ആ സ്ത്രീ തൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ മുല കുടിക്കുന്ന കുട്ടിയുടെയോ വിഷയത്തിൽ ഭയക്കുന്നുണ്ട് എങ്കിൽ അവർക്കും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. ഗർഭിണിയായ സ്ത്രീകൾ ഉദരത്തിൽ കഴിയുന്ന തൻ്റെ കുഞ്ഞിനോ തൻ്റെ ശരീരത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഭയന്നാൽ അവർക്കും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ദീൻ, ഖുർആൻ പറയുന്നത് പോലെ, വാർദ്ധക്യം ചെന്നു ശാരീരികമായി വല്ലാതെ ശോഷിച്ചു പോയവർ, എന്നാൽ ഇബാദത്തുകൾ കൃത്യമായി നിലനിർത്തുന്നുമുണ്ട്, പക്ഷെ ആരോഗ്യം അനുവദിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്കും നോമ്പ് ഒഴിവാക്കാൻ ദീൻ അനുവാദം നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു ഇളവ് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അഫ്തറ യൗമൻ മിൻ റമദാന, ഏതെങ്കിലും ഒരാൾ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റമദാനിലെ നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ, മിൻ ഗൈരി റുഖ്സത്തിൻ റഖ്ഖസഹുല്ലാഹു, അല്ലാഹു അനുവദിച്ച് നൽകിയ ഇളവുകളിലൂടെയല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ, ലം യഖ്ദി അൻഹു സിയാമുദ്ദഹരി കുല്ലിഹി, ഒരു വർഷം, ഒരു കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചാൽ പോലും റമദാനിലെ ഒരു നോമ്പിന് സമമാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ഈ അനുവാദം നൽകിയിട്ടുള്ളവർ, നോമ്പ് ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിട്ടുള്ളവർ, അവർ നോമ്പുകാരെ പോലെ തന്നെ പരസ്യമായി വെള്ളം കുടിക്കുകയോ കടകമ്പോളങ്ങളിൽ ചെന്നിരുന്ന് സിഗരറ്റ് വലിക്കുകയോ അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ എങ്ങനെയാണോ ഒരു നോമ്പുകാരൻ പുറത്തിറങ്ങി നടക്കുന്നത് അതുപോലെ മാത്രമായിരിക്കണം നോമ്പ് ഒഴിവാക്കാൻ അനുവാദം നൽകിയവരും കഴിഞ്ഞുകൂടേണ്ടത്. എന്തിൻ്റെ പേരിൽ?
റമദാനിനെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ റമദാനിനെ ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.